മുല്ലമുട്ട് പോലെ ഇരിക്കുന്ന ഈ സാധനം എന്താണെന്ന് അറിയാമോ? ഇത് നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന നിത്യവഴുതന എന്ന് പറയുന്ന സാധനമാണ്. അത് നമുക്കൊരു വ്യത്യസ്ത രീതിയിലൊന്ന് കറി വെച്ച് നോക്കിയാലോ? സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടിയും തോരനൊക്കെ അല്ലേ വെക്കുന്നത്. ഇതിൽ വേറെ രീതിയിലാണ് കറി. നമുക്കെന്നാൽ വീട്ടിലേക്ക് പോകാം. നിത്യവഴുതന നന്നായിട്ട് കഴുകി നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ തക്കാളി, സവോള, കുറച്ച് തൈര്, തേങ്ങാപ്പാൽ, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, വത്തലമുളക്, ഇതെല്ലാം കൂടെ വേണം. സ്റ്റവ് നമുക്ക് കത്തിക്കാം. ചീനിച്ചട്ടി തീയിലാക്കി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായതിന് ശേഷം നമുക്ക് വഴുതനങ്ങ വറുത്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി പകുതി വേവിച്ച് എടുത്താൽ മതി. രണ്ട് പകുതി വറന്നിട്ടുണ്ട്, നമുക്കങ്ങനെ എടുക്കാം. കുറച്ച് മിച്ചം വന്ന വഴുതനങ്ങ അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി പകുതി വറുത്തെടുക്കാം. ചൂടായ എണ്ണ ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, സവോള, വത്തലമുളക്, കരിവേപ്പില, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിൻ്റെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് സാധാരണ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാലപ്പൊടി, അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന വഴുതനങ്ങ കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി എടുത്ത് വെച്ചേക്കുന്ന തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി പിഴിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഒരു മൂട കൊണ്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെന്തോന്ന് നോക്കാം. നല്ല തിളച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മൂട വെച്ച് നമുക്കങ്ങ് വാങ്ങി വെക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇപ്പം ഞാനിപ്പോൾ ഇച്ചിരി ചോറിൻ്റെ കൂടെയാണ് ഈ കറി എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ. നല്ല സൂപ്പറായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും.